സമയത്ത് വിരൽത്തുമ്പിൽ നിങ്ങൾ ഉണ്ടാവണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സേവനം ചെയ്യണം, സർവീസ് ചെയ്യണം. പല ആൾക്കാരും പല സ്ഥലത്തും കാണാറുള്ള കാര്യം ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് വരെ ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു പുതിയ ഒരാളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് വരെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞ് ബീവി കയറി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ അടുത്ത ആളോടായി സ്നേഹം. അത് പാടില്ല. വന്ന രണ്ടുപേരെ നിങ്ങൾ സ്നേഹിക്കണം, വന്ന രണ്ടുപേർക്ക് നിങ്ങൾ സേവനം ചെയ്യണം. പുതിയ ആൾക്കാരെ തേടി നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് ഭംഗിയുള്ള ഒരു കാര്യമല്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനോട് ബിസിനസ് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്നും 6 മാസത്തിൽ കൂടുതൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ഒരു കമ്പനി അല്ല, ഇത് ഒരുപാട് കാലം നടക്കും, നീ ഭയപ്പെടല്ലേ, നല്ല കമ്പനിയാണ്. പക്ഷെ അവൻ വീണ്ടും പറഞ്ഞു ഇത് സക്സസ് ആവില്ലെന്ന്. എന്റെ ഉറ്റ സുഹൃത്താണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വന്നില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച എന്റെ ഉറ്റ സുഹൃത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മുന്നിൽ ഓടി വന്ന് നിൽക്കുമെന്ന് ഞാൻ സങ്കല്പിച്ച വ്യക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്തത് ഈ ബിസിനസ്സിൽ. അപ്പൊ ഞാനും അവനും തമ്മിൽ വാക്കുവാദമായി. ഞാൻ പറഞ്ഞു, ഇത് ഉറപ്പായിട്ട് വിജയിക്കും, ഞാൻ ഒരു ദിവസം ഈ ബിസിനസ്സിൽ വിജയിച്ച് കാണിച്ചു തരാം. അവൻ പറഞ്ഞു, ഇത് നടക്കുകയേ ഇല്ല, നീ ഇവിടെ കാണുമല്ലോ, നോക്കാന്ന്. അവസാനം എന്റെ കൂട്ടുകാരൻ എന്റെ സംസാരം നിർത്താനായിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, മനോജ്, 6 മാസത്തിൽ കൂടുതൽ ഈ കമ്പനി നടക്കുകയാണെങ്കിൽ നിന്റെ പട്ടിക്ക് എന്റെ പേരിട്ടോ. പിന്നെ വർത്താനം പറയാൻ വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞതാണ്. പക്ഷെ എന്റെ പട്ടിയുടെ പേര് ബ്രൂണോ എന്നാണ്. ഞാൻ പേര് മാറ്റിയില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട്, 21 വർഷങ്ങളായിട്ട് ജനങ്ങളെ കോഴി തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൈലക്ഷൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. 21 വർഷങ്ങളായിട്ട്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇത്രത്തോളം ജനങ്ങളെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സ്നേഹിക്കുന്ന ഒരു മാനേജ്മെന്റിനെ പുറത്ത് കാണാൻ പറ്റുമോ? നമ്മൾ എന്തുമാത്രം വാർത്തകൾ കേൾക്കുന്നു പല സ്ഥലത്തും. ആ കമ്പനിയിൽ പ്രശ്നം, ഈ കമ്പനിയിൽ പ്രശ്നം, ഈ കമ്പനി കാണാനില്ല, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഈ കമ്പനി പൂട്ടിപ്പോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. മൈലക്ഷൽ മാർക്കറ്റിംഗ് കമ്പനി അപ്പോഴും ഹിമാലയം നിൽക്കുന്നത് പോലെ നിൽക്കുന്നില്ലേ ഇവിടെ? ഇത്രയും നല്ലൊരു മാനേജ്മെന്റും ഇത്രയും നല്ലൊരു ബിസിനസ്സും ഒരിക്കലും കിട്ടില്ല. ഇന്ന് എന്റെ അതേ കൂട്ടുകാരൻ അതേപോലെ ലുങ്കി കൊടുത്ത് അതേ കൽവെട്ടില് ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്നെ വിശ്വസിച്ച 2 പേരും ഇന്ന് കോടീശ്വരന്മാരാണ്. ഒരാള് വേൾഡ് ടീം കോർഡിനേറ്റർ, ഒരാള് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ, പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് ആണ്. 2 പേരും ഈ ബിസിനസ്സിലൂടെ 10 കോടി രൂപയിൽ കൂടുതൽ സമ്പാദിച്ചു. കളിയാക്കിയ കൂട്ടുകാരൻ എന്ത് കിട്ടി? നിങ്ങൾ പറ. അപ്പൊ ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമ്മളെ തിരസ്കരിക്കുന്നവരോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. അവർ വന്നില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്ലാൻ പറഞ്ഞു ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കല്ല, അവർക്കാണെന്നുള്ള ചിന്ത മാത്രം നമുക്കുണ്ടായാൽ മതി. കാരണം ഈ ഭൂമിയിൽ നല്ല ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ലാതെ പോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് വേണ്ടി 2 പേര് തീർച്ചയായിട്ടും കാണും. പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ബിസിനസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആരെയൊക്കെ കാണുന്നോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ടോപ്പ് ലീഡേഴ്സിനുള്ള ഒരു ക്വാളിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അവരെന്നും ഒരാളെ കാണുമ്പോൾ പ്ലാൻ പറയുന്നവരായിരിക്കും. നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കോ, ഏത് ടോപ്പ് ലീഡറെ വേണമെങ്കിലും നോക്കിക്കോ. ഈവൻ മുബീൻ മുഹമ്മദ് സാറിനെ വരെ നോക്കിക്കോ. ഇന്നും ഒരു വ്യക്തിയെ കണ്ടാൽ അവർ പ്ലാൻ പറയുന്നവരായിരിക്കും. അവരതിനെ കുറിച്ച് നാണിക്കാറില്ല. എന്തുകൊണ്ടാണ് പല ലീഡേഴ്സും 2 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, 3 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, 4 ലെഗ് ഡെവലപ്പ് ചെയ്യുന്നു, പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് ആവുന്നു, ഡയമണ്ട് ആവുന്നു, റോയൽ ഡയമണ്ട് ആവുന്നു, 10 ID ബിൽഡ് ചെയ്യുന്നു? ഇയാൾക്ക് കിട്ടിയത് പോരാ, 10 ID ഇയാൾക്ക് ബിൽഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര വലിയ ലീഡർ ആണെങ്കിലും പുതിയ ഒരു ID ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം അനുഭവിച്ചാലേ പറ്റൂ. അതാണ് നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത. എത്ര വലിയ ലീഡർ ആണെങ്കിലും പുതിയൊരു ID ബിൽഡ് ചെയ്യണമെങ്കിൽ ഇന്ന് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കണം. വീണ്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്? ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് 15 കോടി 20 കോടിയും 50 കോടിയും സമ്പാദിച്ച ലീഡേഴ്സ് പോലും ദിവസം ഒരാളോട് പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ?
എന്തിനു വേണ്ടി നമ്മൾ നാണിക്കണം? പല ആൾക്കാർക്കും നാണമാണ് പ്ലാൻ പറയാൻ, പല ആൾക്കാർക്കും മടിയാണ് പ്ലാൻ പറയാൻ. പലപ്പോഴും നമ്മളൊരു സ്ക്രീനിങ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ ഒരാളോട് പ്ലാൻ പറയൂ. ഒരാൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എക്സാം ചെയ്യാണ്. അയാളോട് പറയണം, ഇപ്പൊ പറയണം, എന്ന് പറയണം, ഏത് സമയം പറയണം, ഇനിയിപ്പോ പറഞ്ഞാൽ കേൾക്കുവോ, ഇനി കേട്ടാ ബിസിനസ് തുടങ്ങുമോ, ഇനി തുടങ്ങിയാലും ഇയാൾ ചെയ്യോ, എന്തിനാണ് ഈ എക്സാമിനേഷൻ? മുബീൻ മുഹമ്മദ് സാറിന് മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് പ്ലാൻ പറയാൻ നാണമില്ല. മനോജിന് മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് ഒരാളോട് പറയാൻ നാണമില്ല. അനൂപ് സാറിന് നാണമില്ല, അനീഷ് സാറിന് നാണമില്ല. പിന്നെ എന്തിനു നമ്മൾ നാണിക്കണം? തമിഴിൽ ഒരു ചൊല്ലുണ്ട്, മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസിനെ പറ്റി പുരിന്തവങ്ങൾക്ക് ഇതൊരു പുതയൽ, പുരിയാതവങ്ങൾക്ക് ഇതൊരു പുതിർന്ന് പറയും തമിഴില്. അതായത് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇതൊരു നിധിയാണ്, മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഒരു സംശയമാണ്. നിങ്ങൾ ഈ ബിസിനസിനെ സംശയത്തോടു കൂടി കാണുന്നോ, നിധിയായിട്ട് കാണുന്നോ എന്നുള്ളതാണ് വ്യത്യാസം. സംശയത്തോടെ കാണുന്ന വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ചിന്ത മാറ്റൂ, ഇതിനൊരു നിധിയായിട്ട് കാണും. നിധി കണ്ട എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, നിങ്ങളുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പറമ്പിന്റെ മൂലയ്ക്ക് ഏതോ ഒരു മൺകലം പോലെ ഒരു സാധനം ചുറ്റിയെടുത്ത് ഒരു അടി കൊടുത്തപ്പോ ആ മൺകലം പൊട്ടി. അതിൽ മുഴുവൻ രത്നങ്ങളും വൈരങ്ങളും, അത് മുഴുവൻ നിങ്ങൾ എടുത്തു. പിന്നെ നോക്കിയപ്പോ പറമ്പ് മുഴുവൻ അതുപോലെയുള്ള മൺപാത്രം. എന്തു ചെയ്യും? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്റെ പൊന്നെ? ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? നമ്മൾ ശരി, ഞാൻ 2 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുമോ നിധി കണ്ടു കഴിഞ്ഞാല്? ഇല്ല. അതുപോലെ ആയിരിക്കണം മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ. നിധി കിട്ടിയവന്റെ ചിന്ത വേണം മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ. ഈ ബിസിനസിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങില്ല, ഞാൻ പറയാം. ഉറങ്ങാൻ കഴിയില്ല. ഇതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഉറങ്ങാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഇത്രയും ഹാർഡ് വർക്കിംഗ് ലീഡേഴ്സ് ആയിട്ട് മാറിയത്. എന്താണ്? ഇതിന്റെ അവസരങ്ങൾ അവർക്ക് അറിയാം, ഇതിന്റെ സാധ്യതകൾ അറിയാം. ഇതുപോലൊരു തൊഴിൽ ഈ ഭൂമിയിൽ വേറില്ലെന്നറിയാം. ഒന്ന് പറ, ഇതുപോലൊരു തൊഴിൽ വേറെ ഉണ്ടോ ഈ ലോകത്ത്? ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു ബിസിനസ്. എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ മുകളിൽ 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളെക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള 10 പേര്. ഇങ്ങനെയുള്ള ഒരു ബിസിനസ് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ? ഒരു ബിസിനസ് നിങ്ങൾ പറഞ്ഞതാ? പല ആൾക്കാർക്കും ഈ ബിസിനസിന്റെ വില മനസ്സിലാവുന്നില്ല. അതാണ് സത്യം. കാരണം എന്താ അറിയോ? ഇത് വെറുതെ കിട്ടിയതല്ലേ. വെറുതെ കിട്ടിയതിന് എന്തിനാ വില കൽപ്പിക്കണം? വെറുതെ കിട്ടുന്നത് എന്തിനു നമ്മൾ വില കൽപ്പിക്കാറില്ല? ഈ ചീരയൊക്കെ വീടിന് മുൻപിലൂടെ ഓട്ടോയിലോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ, ഉന്ത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ചീര വെക്കുമ്പോൾ 25 രൂപ പറഞ്ഞാൽ അയാളോട് നമ്മൾ ഇഷ്ടം പോലെ തർക്കിക്കും. ഈ എന്താ ചീരക്ക് 25 രൂപ, 10 രൂപയ്ക്ക് തന്നുകൂടെ? ഇതിലെന്താ ഇലയിൽ ഓട്ട? നമ്മൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ തർക്കിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതല്ലേ, വേണമെങ്കിൽ താ അല്ലെങ്കിൽ പോ. പക്ഷെ ബീവറേജിൽ പോയിട്ട് ഒരാളും വില തർക്കിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബീവറേജിൽ പോയിട്ട് ആരെങ്കിലും വില തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ കുറെ പേര് ഇപ്പൊ മെസ്സേജ് അയക്കും, ഞങ്ങൾ പോകാറില്ല എന്ന്. ശരി, ഓക്കെ. അപ്പൊ പോകുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ആരും ബീവറേജിൽ പോയിട്ട് വില തർക്കിക്കാറില്ല. കാരണം എന്താ അറിയോ? അവിടെ നമ്മൾ പോയിട്ട് ക്യൂ നിന്ന് വാങ്ങുകയാണ്, നമ്മൾ തർക്കിക്കില്ല. ഇവിടെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണ് ചീര, നമ്മൾ തർക്കിക്കും. അത് തന്നെയാണ് ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് തന്നെ ഈ തന്ന ആളോട് ദേഷ്യപ്പെടുക, തന്ന ആള് ഫോൺ ചെയ്ത് എടുക്കാതിരിക്കുക, തന്ന ആളെ ക്വസ്റ്റ്യൻ ചെയ്യുക, തന്ന ആളെ ഭീകരനായിട്ട് കാണുക, അതല്ല കാണേണ്ടത്. ഇത് ദൈവമായിട്ട്, ദൈവദൂതനെ പോലെ ഒരാൾ നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുവന്ന് തന്നതായിട്ട് വേണം കാണാൻ. ദൈവദൂതനായിട്ട് ഒരാളെ അയച്ചതായിട്ട് വേണം കാണാൻ. കാരണം ദൈവത്തിന് ഓപ്പർച്യൂണിറ്റി തരാനേ പറ്റുള്ളൂ. അത് നമ്മൾ എടുക്കേണ്ടത് നമ്മളാണ്. ഈ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
പക്ഷെ ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക, പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പേര് ബിസിനസ്സിൽ വരുന്നോ വരില്ലേ അത് നമ്മുടെ മാനദണ്ഡമേ ആവാൻ പാടില്ല. പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജോലി. ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ദിവസം 10 പേരോടെങ്കിലും പ്രോഡക്റ്റ് സംസാരിച്ചിരിക്കണം എന്നാ പറയാ. ഒരു ദിവസം 10 പേരോടെങ്കിലും നിങ്ങൾ പ്രോഡക്റ്റ് സംസാരിച്ചിരിക്കണം. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. 2 പേരോടെങ്കിലും പ്ലാൻ പ്രസന്റ് ചെയ്യണം. നിങ്ങൾ ഈ ബിസിനസ്സിൽ 100% ശൈലേഷ് സാറിനെ പോലെ ടോപ്പ് ലീഡേഴ്സിനെ പോലെ വരുന്ന ലീഡറായിട്ട് മാറും. 10 പേരോട് പ്രോഡക്റ്റ്, 2 പേരോട് ബിസിനസ് പ്ലാൻ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. റിസൾട്ടിനെ കുറിച്ച് വിഷമിക്കല്ലേ. എന്താണ് റിപ്ലൈ വരുന്നത് അതിനെക്കുറിച്ച് ബോധേടാവേണ്ട കാര്യമേ ഇല്ല. സംസാരിക്കുന്നത് നമ്മുടെ ജോലി, ബാക്കി വരേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേരോട് പറഞ്ഞു അത് കണക്ക് വെക്കരുത്. മാക്സിമം പറ്റാവുന്ന ആൾക്കാരോട് മുഴുവൻ ബിസിനസ് പറയുക. പരമാവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ടീമിൽ കൊണ്ടുവരിക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു ജീവി ഇവിടെ കാണും. ആരാണ് ജീവി? നമ്മുടെ ഭാഷയിൽ അപ്ലൈൻ ലീഡർ എന്ന് പറയുന്ന ഒരു ജീവി. ഈ ലോകത്തിലെ ഏറ്റവും ഒരു സാധു ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തന്നിട്ടുള്ള അപ്ലൈൻ എന്ന് പറയുന്ന ജീവിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും സാധുവായിട്ടുള്ള ജീവി. കാരണം എന്താ അറിയോ? ഒരു ബിസിനസ് അവസരം കൊടുക്കുകയും വേണം, വായിലുള്ള തെറികൾ കേൾക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ലീഡർമാർ. കാരണം നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ ശേഷം ചില ആൾക്കാരോട് ബിസിനസ് പറയുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം വരും. ആദ്യം ആരോടാ ദേഷ്യം വരിക എന്നറിയോ? നമ്മളെ ഈ പരിചയപ്പെടുത്തിയ ആളോട്. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പൊ നമുക്കൊരു ദേഷ്യം വരും. സമാധാനം. സനൂപ് സാറ് മെസ്സേജ് അയക്കുന്നത് സത്യമാണെന്ന്. ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളോടാണ് ആദ്യം നമുക്ക് ദേഷ്യം വരിക. സമാധാനമായിട്ടിരുന്ന ആളിനെ ആ കമ്പനി, ഈ കമ്പനി, ആ ബിസിനസ് തേങ്ങാ കൊല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇപ്പൊ നാട് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ആരോടാണ് ആദ്യം ദേഷ്യം വരിക? നമ്മുടെ അപ്ലൈൻ ലീഡറിനോട്, പരിചയപ്പെടുത്തിയ ആളോട്. വീണ്ടും ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് വീണ്ടും നടന്നില്ലെങ്കിൽ പിന്നെ കമ്പനിയോടാവും ദേഷ്യം. കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ പോലെ അരിസം തീരാതെ അടുത്ത കമ്പനിയോട് ദേഷ്യം വരും നമുക്ക്. എന്ത് കമ്പനിയാ അത്? തേങ്ങ കമ്പനി. പ്രോഡക്റ്റും ശരിയല്ല, കമ്പനി ശരിയല്ല, ഈ പരിപാടി നമുക്ക് സെറ്റ് ആവില്ല. പിന്നെയും ട്രൈ ചെയ്തിട്ട് നമുക്ക് നടന്നില്ലെങ്കിൽ അവസാനം ഒരാളോട് ദേഷ്യം വരും. ആരോടറിയോ? സ്വയം തന്നോട് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ബുദ്ധി എവിടെ പോയിടോ, ഇത് തുടങ്ങാൻ പാടില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് സ്വയം നമ്മളോട് തന്നെ ദേഷ്യം വരും. അപ്പോ ഏറ്റവും ഈസി ആയിട്ട് ചീത്ത വിളിക്കാൻ പറ്റിയ ഒരാളാണ് നമ്മളെ ബിസിനസ് പരിചയപ്പെടുത്തിയ ആള്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ് അദ്ദേഹം തന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു ബിസിനസ് നമുക്ക് അവസരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു സ്വപ്നം നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം മാറി. ഈ ബിസിനസ്സിൽ വന്ന ഡേ 1 മുതൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്നില്ലെന്ന് മാത്രം. ഡേ 1 മുതൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നുണ്ട്. എങ്ങനെയാ മാറുക? പല സമയത്തും ഈ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് നേരത്തെയുള്ള നമ്മൾ എങ്ങനെയായിരുന്നു? കല്യാണത്തിന് പോകും, പരിചയമുള്ള 2 പേരോട് സംസാരിക്കും, സദ്യ കഴിക്കും, ആശീർവദിക്കും, നമ്മൾ തിരിച്ചു വരും. ഇതായിരുന്നു പൊതുവെ കല്യാണത്തിന് പോയാലുള്ള ക്യാരക്ടർ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മുഹൂർത്തത്തിന് മുൻപേ പോയിട്ട് എല്ലാ സദ്യയും കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ വരുന്നത്. ആരെ കണ്ടാലും ചിരിക്കാത്ത നമ്മൾ ഇപ്പോ വടകരയിൽ നിൽക്കുന്ന ഷാഫി പറമ്പിലെ പോലെയാണ്. കാണുന്ന എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യും? പരിചയമുണ്ടോ പരിചയമില്ലേ, നമ്മൾ കാണുന്ന എല്ലാവരോടും ചിരിക്കും. പറ്റിയ 2 ഫോൺ നമ്പർ വാങ്ങാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ടേ വരാറുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ പെരുമാറ്റം എന്തായി? ഒരുപാട് മാറി. പക്ഷെ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ്. മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കുറെ കാശ് കിട്ടും, കുറെ പണം കിട്ടും എന്ന് മാത്രമല്ല, എൻ്റയർ നമ്മുടെ ക്യാരക്ടർ തന്നെ മാറും. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവവും മാറും, നമ്മുടെ തലമുറയുടെ സ്വഭാവവും മാറും. ആരോട് എങ്ങനെ സംസാരിക്കണം നോക്കൂ. നിങ്ങൾക്ക് എത്ര ട്രെയിനിങ് പ്രോഗ്രാം കിട്ടി? ആരോട് എന്ത് പറയണം, ആരോട് എന്ത് പറയാൻ പാടില്ല. നമ്മളുടെ എൻ്റയർ ക്യാരക്ടറിനെ തന്നെ മാറ്റിയില്ലേ ഈ ബിസിനസ്? അതാണ് നമുക്ക് ഈ ബിസിനസ്സിൽ പ്രവേശിക്കുന്നതും അതിലപ്പുറവും മൈലേഷണൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടും. പിന്നെയുള്ളൊരു പ്രശ്നം, സ്റ്റാർട്ടിങ്ങില് ഞാനൊക്കെ ബിസിനസ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ലീഡേഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല.
ഒരു സിറ്റുവേഷൻ. ഞങ്ങളുടെ ലീഡേഴ്സ് മലയാളീസ് ആയിരുന്നു. ഞങ്ങൾ തമിഴ്നാട്ടിലാണല്ലോ ബിസിനസ് ചെയ്തത്. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ലീഡേഴ്സ് കേരളത്തിൽ നിന്ന് വന്നിട്ട് വേണം. അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന ലീഡേഴ്സിന് തമിഴാണെങ്കിലും അറിയാനും പാടില്ല. അപ്പൊ തമിഴ് അറിയാൻ പാടാത്തത് കൊണ്ട് അവിടെ വരുന്ന സമയത്ത് പല വാക്കുകളും തെറ്റി പറയാറുണ്ട്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ പരമാവധി ലീഡേഴ്സിനെ ഉപയോഗിക്കാറില്ല. എങ്കിലും ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കൊക്കെ ലീഡേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ബിസിനസ് ബിൽഡ് ചെയ്തത്. ഒരു സുപ്രഭാതത്തില് ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം മലയാളീസ് പൊതുവെ മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ലീഡേഴ്സിനെ കാണാനില്ല. ഞങ്ങൾ അവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീം കോർഡിനേറ്ററോ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആ റേഞ്ചിൽ ആ റാങ്ക്, ഈ പേരിൽ റാങ്ക് അല്ലെങ്കിലും ഏകദേശം ആ റേഞ്ച് പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ലീഡേഴ്സിനെ കാണാനില്ല. പിന്നെ ഞങ്ങൾക്കുള്ള ലീഡർ എന്ന് പറയുന്നത് റെന്നി വർഗീസ് സാറാണ്. അദ്ദേഹമാണ് പിന്നീടുള്ള ലീഡർ. ഈ റെന്നി വർഗീസ് സാർ ആരാണെന്ന് അറിയോ? മുബീൻ സാറിന്റെ അപ്ലൈനാണ്. മുബീൻ സാറിനെ കാണുന്നത് തന്നെ ദൈവത്തെ കാണുന്ന പോലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ അമേരിക്ക എങ്ങാണ്ടാണ്. 6 മാസം ദുബൈയിലും 6 മാസം അമേരിക്കയിലും 3 ദിവസം ഇന്ത്യയിലാണ്. ഇതാണ് ഇപ്പൊ മുബീൻ സാറിന്റെ അവസ്ഥ. അപ്പൊ മുബീൻ സാറിനെ കാണുന്നത് തന്നെ ദൈവത്തെ കാണുന്ന പോലെ ആയതുകൊണ്ട് മുബീൻ സാറിന്റെ അപ്ലൈനെ കാണുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പോ ആകെയുള്ള ഒരു അപ്ലൈൻ റെന്നി വർഗീസ് സാറാണ്. അദ്ദേഹം ആണെങ്കിൽ നമ്മൾ ഏണി വെച്ചാൽ പോലും എട്ടാത്ത അത്രയും ദൂരത്തുള്ള ഒരു ലീഡറും. അപ്പൊ ലീഡേഴ്സിനെ കാണാനില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഈ ലീഡർമാര് ചാടി വേറെ മണി ചെയിൻ ബിസിനസ്സിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. കാരണം നമ്മളൊരു ലീഡർ എങ്ങനെയാ കാണുക? ഒരു ദൈവത്തിനെ പോലെ, നമ്മുടെ സംരക്ഷകനെ പോലെയാണല്ലോ ഒരു ലീഡറിനെ കാണുക. അങ്ങനെയുള്ള ലീഡർ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാണ്, അതെ ഞങ്ങൾ ഈ കമ്പനി വിട്ടുട്ടോ. സാർ എന്തു പറ്റി സാർ? അത് ഇവിടെ എത്ര വർക്ക് ചെയ്താലും 2 ലക്ഷമല്ലേ കിട്ടുള്ളൂ. വേറൊരു കമ്പനി ഉണ്ട്, ആഴ്ചക്ക് 20 ലക്ഷം കിട്ടും. അപ്പോ ആ 20 ലക്ഷം കിട്ടുന്ന കമ്പനിയാണ് ബെറ്റർ. ഇപ്പോ ഞങ്ങൾ ആ കമ്പനിയിലേക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സാറേ, ചതിയല്ലേ. നമ്മളെ വിശ്വസിച്ച് കുറെ പേര് വന്നതല്ലേ. നമുക്ക് ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് എത്ര ആൾക്കാരോട് പറഞ്ഞതാണ്, ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, മരിക്കുന്നത് വരെ ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. പിന്നെ എന്തുകൊണ്ട് സാർ ഇങ്ങനെ മാറ്റം? അതെ, ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാറണം. നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയിട്ട് വേറെ ബിസിനസ് ചെയ്യാം. അപ്പോ അങ്ങനെ സാർ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞു. പിന്നീട് 3 ദിവസം ഞങ്ങളുടെ പഴയ ലീഡേഴ്സ് എന്ന് പറയുന്ന പുതിയ ദ്രോഹികൾ നമ്മുടെ വീട്ടിൽ വന്ന് പോലും സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ബിസിനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം ഇതാണ് വലിയ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് മാറി. ഞങ്ങൾക്കതൊരു വലിയ ഷോക്കായിരുന്നു. ഇവിടെ നിൽക്കണ്ട, പുതിയ കമ്പനിയിലേക്ക് വാ, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ടോപ്പ് ലീഡർ ആക്കാം. അപ്പോ എന്റെ ചേട്ടനായിട്ടുള്ള മോഹനൻ, അദ്ദേഹം പറഞ്ഞത്, സാർ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. തിരിച്ച് നിങ്ങൾ വേറൊരു ബിസിനസ്സിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു. വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ല, പക്ഷെ 100-150 ആൾക്കാർ ഞങ്ങളുടെ ടീമിൽ വന്നു സാർ. അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അവരുടെ കാര്യം അവർ നോക്കിക്കോളും, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ. ആ ഒരു വർത്തമാനം എന്റെ ചേട്ടന് മോഹൻ സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സാർ എന്നെ വിശ്വസിച്ച് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ചത്താലും ഇവിടുന്ന് ഞാൻ വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്തോളൂ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് അന്ന് പിരിഞ്ഞതാണ്. പിരിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ചെറിയതായിട്ടുള്ള ഒരു ടീമിനെ വിളിച്ചു വരുത്തി. ഒരു 10-25 പേര് മാത്രമേ അന്ന് മീറ്റിംഗ് വിളിച്ചാൽ വരുള്ളൂ. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി അവരോട് കാര്യം ബോധിപ്പിച്ചു. നമ്മുടെ ലീഡേഴ്സ് ഇതുപോലെ വലിയൊരു പണി തന്നിട്ട് മണി ചെയിൻ ബിസിനസ്സിലേക്ക് പോയി. അന്ന് അപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമായി. ഇനി നമുക്ക് ആരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ആരുണ്ട് ലീഡറായിട്ട്? അപ്പൊ തിരിച്ച് മോഹനൻ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നും എന്റെ ചെവിയിൽ ഒലിക്കുന്നൊരു വാക്ക്, ഇനി നമുക്ക് അപ്ലൈൻ ഇല്ല, നമ്മുടെ അപ്ലൈൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന്. ഇന്ന് വരെ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വരെ ഞങ്ങൾ ഇന്നും മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനിയെ അപ്ലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വേറൊരു അപ്ലൈൻ ഇല്ല. പല ആൾക്കാർക്കും അപ്ലൈൻ കൂടുതലുള്ളതാണ് പ്രശ്നം. എന്ത് അപ്ലൈൻ? 10 അപ്ലൈനാണ് ഒരു ലീഡർക്ക് ഉള്ളത്. ഇപ്പോ 10 വെറൈറ്റി അപ്ലൈൻമാരാണ്. ഒരു ടീം കോർഡിനേറ്റർ ഒരു അപ്ലൈൻ, DTC വേറെ അപ്ലൈൻ, ZDC ഒരു അപ്ലൈൻ, അതിന്റെ മുകളിൽ FTC, RTC, NTC, CTC,
ITC വരെ, ഒരു ITC ലീഡറാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ശൈലേഷ് സാറിന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല, പക്ഷെ സാർ ഒരു പ്രോഗ്രാം നടത്തുന്നു. അപ്പൊ എന്താണ്, നമുക്ക് ഇഷ്ടം പോലെ അപ്ലൈന്മാരാണ്. അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. എന്താ അറിയോ, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, താങ്ങുന്നിടത്തേ തളരുള്ളൂ എന്നുള്ളത്. ഈ വാഴയ്ക്ക് മുട്ട് കൊടുക്കാറുണ്ടല്ലോ, വാഴ കൊലച്ച സമയത്ത് നമ്മൾ ഈ താങ്ങ് കൊടുക്കും. വാഴ കൃഷി ചെയ്തവർക്ക് അറിയാം. ഈ ഈ താങ്ങ് കൊടുത്തിട്ട് ആ വാഴ ഒടിയാണെങ്കിൽ എവിടെയാണോ താങ്ങ് കൊടുത്ത് അവിടെയാണ് ഒടിയുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ താങ്ങ് കൊടുത്ത ഭാഗമാണ് പൊട്ടുക. കാരണം എന്താണ്, താങ്ങാൻ കൂടുതൽ ആളുണ്ടെങ്കിൽ പലപ്പോഴും ക്ഷീണിക്കാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ കമ്പനി വിട്ടുപോയ ഒരു ലീഡർ ഞങ്ങളെ കാണാൻ വന്നു. കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ ഒരു പക്ഷേ നമുക്ക് ലൈഫിൽ വരാം. ആ സമയത്ത് പതറരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോയല്ലോ, ഒരാഴ്ചയിൽ 20 ലക്ഷം സമ്പാദിക്കാൻ പറ്റുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പോ പോയത് മാത്രമല്ല, ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിനെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി ഫോണിൽ. അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷാധിപതി ആക്കാം, കോടീശ്വരനാക്കാം. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പോലും ഞങ്ങളുടെ ലീഡറെ കൊണ്ട് വേറെ കമ്പനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവരും പറഞ്ഞു ചത്താലും ഞങ്ങൾ ഇവരുടെ കൂടെ ബിസിനസ് ചെയ്യുമെന്ന്. അത്രത്തോളം